ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഫിഫ വേൾഡ് കപ്പ് 2026 മറ്റൊരു പോരാട്ട ദിവസം കൂടിയും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ റൗണ്ട് ഓഫ് 32ലേക്കുള്ള മാച്ചസ് ആയിരുന്നു ഇന്നലെ നടന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വിജയം ഒരുപാട് ടീമുകൾക്ക് ലഭിക്കുകയും അവർ റൗണ്ട് ഓഫ് 32ലേക്ക് കയറുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് നേരെ മാച്ചസിലേക്ക് പോവാം. ഇന്നലെ കളിച്ച ടീമുകളെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ബി മാച്ചുകളായിരുന്നു നടന്നത്. ബി മാച്ചുകളിൽ സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് കാനഡ, അതിൽ സ്വിറ്റ്സർലാൻഡ് 2-ഉം കാനഡ 1-ഉം എന്നുള്ളൊരു ഗോളിലേക്കാണ് മാറിയത്. പിന്നെ ബോസ്നിയ വേഴ്സസ് ഖത്തർ 3-1 ബോസ്നിയ ജയിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നെ ഗ്രൂപ്പ് സിയുടെ മാച്ചസ് ആയിരുന്നു നടന്നത്. മൊറോക്കോ വേഴ്സസ് ഹൈത്തി, അതിൽ മൊറോക്കോ 4 ഗോളും ഹൈത്തി 2 ഗോളും അങ്ങനെയായിരുന്നു സ്കോർ ഉണ്ടായിരുന്നത്. പിന്നെ ഗ്രൂപ്പ് സിയിലെ വേറെ ടീംസ് ആയിരുന്നു ബ്രസീൽ വേഴ്സസ് സ്കോട്ട്ലാൻഡ് മത്സരം. അതിൽ ബ്രസീൽ 3-ഉം സ്കോട്ട്ലാൻഡ് 0 എന്നുള്ള നിലയിലേക്കാണ് സ്കോർ വന്നിട്ടുള്ളത്. പിന്നെ ഗ്രൂപ്പ് എയുടെ മത്സരങ്ങളായിരുന്നു സൗത്ത് ആഫ്രിക്ക വേഴ്സസ് സൗത്ത് കൊറിയ 1-0 എന്നുള്ളൊരു സ്കോർ. അതിൽ സൗത്ത് ആഫ്രിക്ക ജയിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നെ മെക്സിക്കോ വേഴ്സസ് ചെക്ക് റിപ്പബ്ലിക്, അതിൽ മെക്സിക്കോ 3-ഉം ചെക്ക് റിപ്പബ്ലിക് 0 എന്നുള്ള രീതിയിലേക്കാണ് ആ ഒരു സ്കോർ പോയിട്ടുള്ളത്. അപ്പം നമുക്ക് ഇന്നലത്തെ ഒരു മാച്ചിൻ്റെ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഇന്നലത്തെ ഒരു ദിവസത്തിന് നോക്കുകയാണെങ്കിൽ ഒരുപാട് ടീമുകൾക്ക് നല്ലതായിട്ട് മാറുകയും ഒരുപാട് ടീമുകൾക്ക് അത്രയും ഗുണമല്ലാത്തൊരു മാച്ചായിരുന്നു ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നേരെ നമുക്ക് മാച്ചുകളിലേക്ക് പോകാം. അപ്പം സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് കാനഡയുടെ മാച്ച് നോക്കുകയാണെങ്കിൽ 2-1 എന്നുള്ള ഒരു രീതിയിലേക്ക് സ്വിറ്റ്സർലാൻഡ് ജയിക്കുന്ന ഒരു മത്സരമായിരുന്നു അതുണ്ടായിരുന്നത്. സ്വിറ്റ്സർലാൻഡ് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം വെച്ച് നോക്കുമ്പോൾ സ്കോർ നിലവാരം മൂന്നാം പട്ടികയിലായിരുന്നു സ്വിറ്റ്സർലാൻഡിന്റെ ഒരു സ്കോർ വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് സ്വിറ്റ്സർലാൻഡ് ടീം ആദ്യ പകുതിയിൽ പന്ത് തട്ടിയിട്ടുണ്ടായിരുന്നത്. അതിലവർ ഭയങ്കര ടാക്ടിക്സ് ഒന്നും ഉപയോഗിക്കാണ്ട് സിമ്പിളായിട്ട് കളിച്ചു പോകുന്ന ഒരു രീതിയായിരുന്നു സ്വിറ്റ്സർലാൻഡിന്റെ കണ്ടിട്ടുണ്ടായിരുന്നത്. കാനഡയുടെ ഡിഫൻസ് അത്രയും സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കിയതോടെ കോച്ച് ആ ഒരു കളി അവർ മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ സ്വിറ്റ്സർലാൻഡ് അങ്ങനെ ഒരു ജയം അവിടെ ലഭിക്കാനുണ്ടായത്. അപ്പൊ സ്വിറ്റ്സർലാൻഡിന്റെ ഗോൾസ് നോക്കുകയാണെങ്കിൽ 46ാമത്തെ മിനിറ്റിലാണ് വർഗസ് എന്ന് പറയുന്ന പ്ലെയർ സ്വിറ്റ്സർലാൻഡിന് വേണ്ടി ഒരു ഗോള് ഫസ്റ്റ് നേടിക്കൊടുക്കുന്നത്. അതുപോലെ 57ാമത്തെ മിനിറ്റിലാണ് മൻസാംബി എന്ന് പറയുന്ന ഒരു പ്ലെയർ സ്വിറ്റ്സർലാൻഡിന് വീണ്ടും ഒരു ഗോൾ നേടിക്കൊടുത്ത് അതൊരു 2 ഗോളായിട്ട് ഉയർത്തുന്നത്. ഒരു ലീഡ് അവിടെ സ്വിറ്റ്സർലാൻഡിന് കിട്ടി. പക്ഷെ ഇതിനെ പിന്തുടർന്ന് നമ്മുടെ കാനഡയുടെ പ്ലെയർ ആയിട്ടുള്ള ഡേവിഡ് 76ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ നേടിക്കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്കോർ നിലവാരം വെച്ച് ഇപ്പൊ സ്വിറ്റ്സർലാൻഡ് ഫസ്റ്റ് പൊസിഷനും കാനഡ സെക്കൻഡ് പൊസിഷനുമായിട്ട് 2 ടീമുകളും റൗണ്ട് ഓഫ് 32ലേക്ക് അങ്ങനെ കടന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ കാനഡ നല്ല രീതിയിൽ ഡിഫെൻസീവ് സൈഡിൽ നല്ല അടിപൊളിയായിട്ട് കളിച്ച ഒരു ടീമാണ്. അതുകൊണ്ടാണ് സ്വിറ്റ്സർലാൻഡ് ആ ഒരു മാച്ചിനെ ഒന്ന് മാറ്റി സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ ഒരു തിരിച്ചുവരവ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ സ്വിറ്റ്സർലാൻഡ് ജയിക്കാനുള്ള ചാൻസുകൾ കുറവായിരുന്നു ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പൊ സെക്കൻഡ് ഹാഫ് തൊട്ടാണ് ശരിക്കും പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിന്റെ ഒരു പവർ വന്നിട്ടുണ്ടായിരുന്നത്. കാനഡ ഒരുപാട് തവണ അതൊരു സമനിലയാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്വിറ്റ്സർലാൻഡിന്റെ ഡിഫെൻസീവ് സൈഡും സ്ട്രോങ് ആയി തുടങ്ങി സെക്കൻഡ് ഹാഫ് തൊട്ട് പിന്നെ അതൊരു സമനിലയിലേക്ക് മാറാതെ സ്വിറ്റ്സർലാൻഡ് അങ്ങനെ ഫസ്റ്റ് പൊസിഷൻ എത്തി റൗണ്ട് ഓഫ് 32ലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് മാച്ച് നോക്കുകയാണെങ്കിൽ ബോസ്നിയ വേഴ്സസ് ഖത്തറിന്റെ മാച്ചാണ്. അത് ഗ്രൂപ്പ് ബിയിൽ നെക്സ്റ്റ് മാച്ചായിരുന്നു നടന്നത്. അപ്പൊ അതിൽ ബോസ്നിയ ജയിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ബോസ്നിയ 3-ഉം ഖത്തർ 1-ഉം എന്നുള്ള നിലയിലേക്കാണ് മാറിയത്. അപ്പം ഖത്തറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പരാജയങ്ങളാണ് ഇതുവരെ വന്നിട്ടുള്ളത്. അപ്പം റൗണ്ട് ഓഫ് 32ലേക്ക് കയറാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ് തോന്നുന്നത്. ബോസ്നിയ എന്തായാലും അവരുടെ ഗോള് നിലനിർത്തിക്കൊണ്ട് 3-1 അല്ലെങ്കിൽ 3 ഗോള് നേടിക്കൊണ്ടാണ് അവരുടെ വിജയം ഉറപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ബോസ്നിയ വേഴ്സസ് ഖത്തർ മാച്ചിന്റെ സ്കോർ നോക്കുകയാണെങ്കിൽ അലബിഗോവിച്ച് എന്ന് പറയുന്ന പ്ലെയർ 29ാമത്തെ മിനിറ്റിലാണ് ബോസ്നിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗോള് ഫസ്റ്റ് നേടിക്കൊടുക്കുന്നത്. പിന്നെ 34ാമത്തെ മിനിറ്റിൽ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു പ്ലെയർ ആണ് ബോസ്നിയയ്ക്ക് നെക്സ്റ്റ് ഗോൾ നേടിക്കൊടുക്കുന്നത്. പിന്നെ അതിന് തിരിച്ചടിയായി ഖത്തർ ഒരു ഗോൾ കൊടുക്കുന്നുണ്ട്. അൽ ഹൈദോസ് എന്ന് പറയുന്ന ഒരു പ്ലെയർ 42ാമത്തെ മിനിറ്റിലാണ് ഖത്തറിന്റെ പ്ലെയർ ഖത്തറിന് ഒരു ഗോൾ നേടിക്കൊടുക്കുന്നത്. അതേപോലെ 80ാമത്തെ മിനിറ്റിൽ മഹ്മിക് എന്ന് പറയുന്ന ഒരു പ്ലെയർ ആണ് വീണ്ടും ബോസ്നിയയ്ക്ക് ഒരു ഗോൾ നേടിക്കൊടുത്ത് അതൊരു 3-1 എന്നൊരു സ്കോറിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സ്കോർ നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോ ഗ്രൂപ്പ് ബി മാച്ചസിൽ ബോസ്നിയ 3rd പൊസിഷനും ഖത്തർ 4th പൊസിഷനിലുമാണ് നിൽക്കുന്നത്. അപ്പം ഖത്തറിന്റെ ഇനി റൗണ്ട് ഓഫ് 32ലേക്ക് മാച്ച് അല്ലെങ്കിൽ 32ലേക്കുള്ളത് കയറോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് സിയുടെ മാച്ചസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നടക്കുന്നത് മൊറോക്കോ വേഴ്സസ് ഹൈതിയുടെ മാച്ചാണ്. അതിൽ മൊറോക്കോയുടെ ഗോൾ കീപ്പർ ആയിട്ടുള്ള യാസിൻ ബൗനോ ഹൈതിക്ക് ഒരു ഗോൾ നേടിക്കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഹൈതി ഒരു ലീഡ് പിടിക്കുന്നത് 10ാമത്തെ മിനിറ്റിൽ. അതിന് തിരിച്ചടിയായിട്ട് മൊറോക്കോയുടെ ഹക്കീമി 39ാമത്തെ മിനിറ്റിൽ മൊറോക്കോക്കായിട്ട് ഒരു ഗോൾ നേടിക്കൊടുത്ത് അതൊരു സമനിലയായിട്ട് മാറുന്നുണ്ട്.
പിന്നെ വീണ്ടും ഹൈതിയുടെ ഒരു തിരിച്ചടിയാണ് കണ്ടത്. 43-ാമത്തെ മിനിറ്റിൽ ഇസിഡോർ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഹൈതിക്ക് വേണ്ടി വീണ്ടും ഒരു ഗോൾ നേടിക്കൊടുത്തു. ഇപ്പൊ ലീഡ് നോക്കുകയാണെങ്കിൽ ഹൈതി തന്നെയായിരുന്നു ലീഡിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഹാഫ് ടൈമിന്റെ എക്സ്ട്രാ ടൈമിൽ 45 മിനിറ്റും പിന്നെ 1 മിനിറ്റിലുമാണ് സൈബറി എന്ന് പറയുന്ന ഒരു പ്ലെയർ, മൊറോക്കോയുടെ സൈബറി എന്ന് പറയുന്ന ഒരു പ്ലെയർ മൊറോക്കോയ്ക്ക് വേണ്ടി വീണ്ടും ഒരു ഗോൾ നേടിക്കൊടുത്ത് ഹാഫ് ടൈം കഴിയുന്നതിന് മുമ്പ് രണ്ട് ടീമും 2-2 എന്ന് പറയുന്ന ഒരു സമനിലയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നെ മൊറോക്കോയുടെ ഒരു വമ്പൻ തിരിച്ചുവരവ് തന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിൽ മൊറോക്കോ വീണ്ടും 2 ഗോൾ അടിച്ച് അതൊരു വിജയത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. റഹീമി 78-ാമത്തെ മിനിറ്റിലാണ് മൊറോക്കോയുടെ റഹീമി ഒരു ഗോൾ വീണ്ടും നേടിക്കൊടുക്കുന്നത്. അതേപോലെ 89-ാമത്തെ മിനിറ്റിൽ യാസിൻ എന്ന് പറയുന്ന പ്ലെയർ വീണ്ടും ഒരു ഗോൾ നേടിക്കൊടുക്കുന്ന കാഴ്ചയാണ് മൊറോക്കോയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം മൊറോക്കോ ഗ്രൂപ്പ് സി മാച്ചസിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ 2nd പൊസിഷനും ഹൈതി ഇപ്പോൾ 4th പൊസിഷനിലുമാണ് നിൽക്കുന്നത്. പിന്നെ ഗ്രൂപ്പ് സിയുടെ വേറെ മാച്ച് നോക്കുകയാണെങ്കിൽ, നെക്സ്റ്റ് മാച്ച് നോക്കുകയാണെങ്കിൽ സ്കോട്ട്ലാൻഡ് വേഴ്സസ് ബ്രസീലിന്റെ മാച്ച് ആയിരുന്നു. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബ്രസീൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേ കൂടിയായിരുന്നു. റൗണ്ട് ഓഫ് 32ലേക്ക് കയറുന്നതിന് മാത്രമല്ല നെയ്മർ ഇറങ്ങുന്ന ഒരു കളി കൂടിയായിരുന്നു. വളരെ മികച്ച ഒരു വിജയം തന്നെയാണ് അവർക്ക് നേടാൻ പറ്റിയിട്ടുള്ളത്. 3-0 എന്നൊരു സ്കോറിലേക്ക് അവർ മാറുകയും 3-0 സ്കോട്ട്ലാൻഡിനെ തോൽപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പൊ നമുക്ക് മാച്ചിന്റെ ഒരു റിവ്യൂ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ബ്രസീലിന് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഡേ തന്നെയായിരുന്നു. കാരണം അവരുടെ സ്ട്രൈക്കേഴ്സ് ആയിക്കോട്ടെ, ഇപ്പൊ റഫീന അതുപോലെ നെയ്മർ ഇവരൊക്കെ ഇഞ്ചേർഡ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പം നെയ്മർ കളിക്കളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ റഫീന ഇഞ്ചേർഡ് ആയിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പൊ അവരുടെ നല്ല പ്ലേയേഴ്സ് ഒന്നും കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഒരുപാട് ആൾക്കാരെ വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ഒരു ഗെയിം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. റീപ്ലേസ്മെന്റ് നടന്നിട്ടും എന്നിട്ട് പോലും അവർ 3-0 എന്നുള്ളൊരു സ്കോർ നേടാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ബ്രസീൽ നല്ലൊരു ടീമായിട്ട് തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു ഹാഫ് അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഒരു കുറച്ച് നേരത്തേക്ക് സ്കോട്ട്ലാൻഡ് കാലുകളിലായിരുന്നു പന്ത് പോയിക്കൊണ്ടിരുന്നത്. കാരണം പൊസഷൻ സ്കോട്ട്ലാൻഡിന്റെ ഭാഗത്തായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അത്രയും രീതിയിലൊരു ഡിഫൻസോ അല്ലെങ്കിൽ ഒരു ഡിഫൻസ് ഉണ്ടായിരുന്നു, എന്നാലും അറ്റാക്കിങ് വളരെ കുറവായിരുന്നു. പക്ഷെ അത് തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പൊ സ്കോട്ട്ലാൻഡിന്റെ ഒരു ഡിഫൻഡറിന്റെ പിഴവ് മൂലം വിനീഷ്യസ് ആ ഒരു തക്കം മുതലെടുത്ത് 7-ാമത്തെ മിനിറ്റിലാണ് ബ്രസീലിനായി ഒരു ഗോൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു മാച്ച് കാണുമ്പോൾ എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾ പോസ്റ്റ് ശരിക്കും അവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഗോളി അവിടെ ഇല്ലാത്ത സമയം അല്ലെങ്കിൽ ഡിഫൻസേഴ്സ് അവിടെ ഒന്നും ഇല്ല, ആ ഒരു ഇതായിരുന്നു കാണാൻ പറ്റുന്നത്. ഡിഫൻഡേഴ്സ് എവിടെയും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിനീഷ്യസിന് അതൊരു നല്ലൊരു ഭാഗ്യമായിട്ട് തന്നെ വന്നു, അല്ലെങ്കിൽ ബ്രസീൽ ടീമിന് ഒരു ഭാഗ്യമായിട്ട് തന്നെ വന്നു. 7-ാമത്തെ മിനിറ്റിനാണ് അങ്ങനെ വിനീഷ്യസ് ഫസ്റ്റ് ഗോള് ബ്രസീലിനായിട്ട് നേടിക്കൊടുക്കുന്നത്. ആ ഒരു ഗോള് കഴിഞ്ഞതോടുകൂടി കാനറി പടകൾ നല്ല രീതിയിൽ തന്നെ അവര് മുന്നേറാൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് പിന്നെ അറ്റാക്കിംഗ് ആയിക്കോട്ടെ, കൗണ്ടർ അറ്റാക്ക് ആയിക്കോട്ടെ, ഡിഫൻസ് ആയിക്കോട്ടെ, മിഡ്ഫീൽഡ് ആയിക്കോട്ടെ, സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നെ ഒരിക്കലും സ്കോട്ട്ലാൻഡിന് കൊടുക്കാനുള്ള ഒരു അവസരം അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 22-ാമത്തെ മിനിറ്റിൽ വിനീഷ്യസ് വീണ്ടും ഒരു ഗോൾ അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊരു ഫൗൾ ആയിട്ട് മാറി. അതൊരു വാറിൽ ചെക്ക് ചെയ്തപ്പം അതൊരു ഫൗൾ ആയിട്ട് മാറുകയും റെഫറി ഫൗൾ വിളിക്കുകയും അതൊരു ഗോൾ അല്ല എന്നുള്ളൊരു നിലയിലേക്കാണ് 22-ാമത്തെ മിനിറ്റിൽ വിനീഷ്യസിന്റെ ആ ഒരു ഗോൾ മാറിയത്. പക്ഷെ കുഴപ്പമില്ല, വീണ്ടും വിനീഷ്യസ് തിരിച്ചടിക്കുന്ന ഒരു കാഴ്ച തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈം, അതായത് 45 മിനിറ്റും പ്ലസ് 3 മിനിറ്റും കൂടി എക്സ്ട്രാ കിട്ടിയ സമയത്തായിരുന്നു വിനീഷ്യസ് വീണ്ടും ഒരു ഗോൾ അടിച്ച് അതൊരു 2-0 എന്നുള്ളൊരു സ്കോറിലേക്ക് മാറിയത്. അപ്പൊ ഫസ്റ്റ് പകുതിയിൽ തന്നെ അവരവരുടെ ലീഡ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2-0 എന്നുള്ള ഒരു ലീഡ് ബ്രസീൽ അവിടെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗോൾ എന്ന് പറയുന്നത് വിനീഷ്യസിന്റെ ഒരു ഹെഡിലൂടെ ആയിരുന്നു ആ ഒരു ഗോൾ ഉണ്ടായിരുന്നത്. ബ്രൂണോ ഗാംബ്രസ് ഒരു ക്രോസ് നൽകുകയും വിനീഷ്യസ് അതൊരു ഹെഡ് ആക്കി മാറ്റി, അല്ലെങ്കിൽ ആ ഹെഡിലൂടെ അതൊരു ഗോൾ ആക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊരു മികച്ച ഗോൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ 3-ാമത്തെ ഗോൾ അടിക്കുന്നത് 60-ാമത്തെ മിനിറ്റിലാണ്. മാത്യൂസ് ക്യൂന എന്ന് പറയുന്ന ബ്രസീലിയൻ പ്ലെയർ ആയിട്ടുള്ള മാത്യൂസ് ക്യൂന 60-ാമത്തെ മിനിറ്റിലാണ് ബ്രസീലിന് വീണ്ടും ഒരു ഗോൾ നേടിക്കൊടുക്കുന്നത്. അതും ഒരു ഗംഭീര ഗോൾ തന്നെയായിരുന്നു നമുക്ക് പറയേണ്ടി വരും. നല്ലൊരു ഷോട്ടിലൂടെയായിരുന്നു ക്യൂന ആ ഒരു ഗോള് ബ്രസീലിനായിട്ട് നേടിക്കൊടുക്കുന്നത്. പിന്നെ ബ്രസീലിന്റെ കളി എടുത്തു പറയാനാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഡിഫെൻസീവ് സൈഡ് ഇന്നലെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം സ്കോട്ട്ലാൻഡ് ഷോട്ടുകൾ അടിക്കുമ്പോഴും ഡിഫൻസ് അത്രയും പക്കയായിട്ടായിരുന്നു ഇന്നലത്തെ ഒരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷം 75-ാമത്തെ മിനിറ്റിലാണ് ബ്രസീലിന്റെ നായകനായിട്ടുള്ള നെയ്മർ കളത്തിലേക്ക് ഇറങ്ങുന്നത്. 75-ാമത്തെ മിനിറ്റിൽ നെയ്മർ ഇറങ്ങിയാൽ പോലും അവരവരുടെ ഗോള് ലീഡിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. 3-0 എന്നുള്ള ഒരു ലീഡിലേക്ക് എന്തായാലും അവർ വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും.
പിന്നെ എനിക്ക് തോന്നുന്നത് ആൻസലോട്ടിക്ക് കറക്റ്റായിട്ട് അറിയാം, അതായത് ഇവരുടെ പ്ലെയേഴ്സിനെ ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു അത് കറക്റ്റായിട്ട് അറിയുന്ന ഒരു കാഴ്ചയുണ്ട്. പിന്നെ വേറെ നോക്കുകയാണെങ്കിൽ നെയ്മറിന് ഫുള്ളും ഒരു പ്രൊട്ടക്ഷൻ, ഒരു കവചം തീർത്ത പോലെയായിരുന്നു ആ ഒരു മറ്റുള്ള പ്ലേയേഴ്സ് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത്. ഇപ്പൊ അറ്റാക്കിംഗ് ആയിക്കോട്ടെ അവർ നല്ല രീതിയിൽ കവറപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഗോൾ അടിക്കാനും ശ്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഡിഫൻസ് ആയിക്കോട്ടെ, മിഡ്ഫീൽഡ് ആയിക്കോട്ടെ, അറ്റാക്കിംഗ് ആയിക്കോട്ടെ, ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു ദിവസം എന്തുകൊണ്ടും നല്ലൊരു ദിവസം കൂടിയായിരുന്നു. അപ്പൊ ഗ്രൂപ്പ് സിയുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് നിൽക്കുന്നത് ബ്രസീലാണ്, സെക്കൻഡ് നിൽക്കുന്നത് മൊറോക്കോ, തേർഡ് സ്കോട്ട്ലൻഡ്, പിന്നെ ഫൈനലിൽ അതായത് ഫോർത്ത് പൊസിഷനിൽ നിൽക്കുന്ന ഹെയ്ത്തിയാണ്. അപ്പം ബ്രസീലും മൊറോക്കോയും 7-7 സെയിം പോയിന്റ് നിലവാരമാണെങ്കിലും ഗോളിന്റെ ഒരു വ്യത്യാസം, അതായത് അവർ ഗോൾ അടിച്ച രീതിയും അതിനൊക്കെ വ്യത്യാസത്തിലാണ് ബ്രസീൽ ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നത്. ഇനി നമ്മൾ ഗ്രൂപ്പ് എയുടെ മാച്ചസ് നോക്കുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക വേഴ്സസ് സൗത്ത് കൊറിയയുടെ മാച്ച് ആയിരുന്നു ഫസ്റ്റ് നടന്നത്. സൗത്ത് ആഫ്രിക്ക 1-0 എന്നുള്ളൊരു സ്കോറിലാണ് സൗത്ത് കൊറിയനെ ബീറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിൽ രണ്ട് ടീമുകളും സമനിലയിൽ, അല്ലെങ്കിൽ സൗത്ത് കൊറിയ ഒരു സമനിലയിൽ പിടിച്ചു നിർത്താൻ ഒരുപാട് ശ്രമിച്ചു. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ അതൊരു വിജയം കണ്ടു. സെക്കൻഡ് ഹാഫിൽ പക്ഷെ അത് അധിക നേരം നിന്നില്ല. 63ാമത്തെ മിനിറ്റിലാണ് മെസൈക്കോ എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കൻ പ്ലെയർ ഒരു ഗോൾ നേടിക്കൊടുത്ത് അതൊരു വിജയത്തിലേക്ക് കലാശിക്കുന്നത്. ഒരുപാട് തവണ ഡിഫെൻഡ് ചെയ്യാനൊക്കെ നോക്കിയെങ്കിലും സൗത്ത് ആഫ്രിക്ക അവരുടെ ആ ഒരു അറ്റാക്കിംഗ് സൈഡ് മികച്ചതായതുകൊണ്ട്, അല്ലെങ്കിൽ മികച്ചു നിന്നതുകൊണ്ട് അവർക്ക് ഒരു ഗോൾ നേടി അതൊരു വിജയത്തിലേക്ക് കലാശിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഒരു വിജയത്തോട് കൂടിയിട്ട് ഫസ്റ്റ്, അതായത് ആദ്യമായിട്ടാണ് റൗണ്ട് ഓഫ് 32ലേക്ക് സൗത്ത് ആഫ്രിക്ക കയറുന്നത്. അപ്പൊ അതും അവരെ സംബന്ധിച്ചോളം വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ പിന്നെ ഈ ഫിഫ വേൾഡ് കപ്പ് 2026 നോക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ടീമുകളാണ് കയറി വരുന്നതും, അതുപോലെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ടീമുകൾ താഴെ പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഫിഫ വേൾഡ് കപ്പ് സ്പെഷ്യൽ തന്നെയാണ്. അപ്പൊ സൗത്ത് ആഫ്രിക്ക ഫസ്റ്റ് ടൈമിലാണ് നമ്മുടെ റൗണ്ട് ഓഫ് 32ലേക്ക് കയറുന്നത്. ഇനി നമ്മൾ ഗ്രൂപ്പ് എയുടെ നെക്സ്റ്റ് മാച്ചസ് നോക്കുകയാണെങ്കിൽ മെക്സിക്കോ വേഴ്സസ് ചെക്ക് റിപ്പബ്ലിക്കിന്റെ മാച്ച് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ചെക്കിയയുടെ മാച്ച് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതിലെതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് മെക്സിക്കോ ജയിക്കുന്നത്. ഈ ഒരു ജയത്തോടു കൂടി മെക്സിക്കോ ഇപ്പൊ ടോപ്പിലാണ്. ഗ്രൂപ്പ് എയുടെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലാണ് മെക്സിക്കോ നിൽക്കുന്നത്. എന്നിട്ട് അവരൊരു റൗണ്ട് ഓഫ് 32ലേക്ക് എൻറ്റർ ചെയ്യുന്നു. ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ അവരെത്തി. ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ മാത്യു ഷാവസ് എന്ന് പറയുന്ന പ്ലെയർ 55ാമത്തെ മിനിറ്റിലാണ് ഗോൾ നേടുന്നത്. അതുപോലെ 61ാമത്തെ മിനിറ്റിൽ ജൂലിയൻ ക്വിനനോസ് എന്ന് പറയുന്ന പ്ലെയർ 61ാമത്തെ മിനിറ്റിൽ വീണ്ടും ഒരു ഗോൾ അടിച്ചു. പിന്നെ നമ്മുടെ ഫുൾ കളി കഴിഞ്ഞിട്ട് 90 മിനിറ്റ് കഴിഞ്ഞിട്ടും അതിലൊരു 4 മിനിറ്റ് എക്സ്ട്രയിൽ അൽവാരോ ഫിദാൽഗോ എന്ന് പറയുന്ന മെക്സിക്കൻ പ്ലെയർ വീണ്ടും ഒരു ഗോൾ നേടിക്കൊടുത്ത് അതൊരു 3-0 എന്നൊരു സ്കോറിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ആദ്യ പകുതിയിൽ മെക്സിക്കോയ്ക്ക് അങ്ങനെ ഒരു മുന്നേറ്റം നേടാനായിട്ട് സാധിച്ചിട്ടില്ല. നല്ല രീതിയിൽ തന്നെ ചെക്ക് റിപ്പബ്ലിക് അവരൊരു സമനിലയിൽ തളയ്ക്കുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുണ്ടായിരുന്നു. രണ്ടാം പകുതിയിൽ പക്ഷെ അത് നടന്നില്ല. 55ാമത്തെ മിനിറ്റിൽ ലൂയിസ് റോമോയുടെ ഒരു അസിസ്റ്റിലാണ് ഷാവേസ് ആദ്യ ഗോൾ അടിക്കുന്നത്. അതൊരു ലീഡിലേക്ക് കലാശിക്കുന്നതും ആദ്യ ഗോൾ അടിക്കുന്നതും ആ ഒരു അസിസ്റ്റിലൂടെയായിരുന്നു. അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ മാച്ചസ് നോക്കുകയാണെങ്കിൽ വളരെ മികച്ചു നിന്ന ടീമുകൾ നല്ല രീതിയിൽ തന്നെ അവരുടെ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുന്നതും ഫസ്റ്റ് പൊസിഷൻ നിൽക്കുന്നതും റൗണ്ട് ഓഫ് 32ലേക്ക് കയറുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ ഒരുപാട് ടീമുകൾക്ക് നിരാശ കൊടുക്കുന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നലെ. എന്തൊക്കെ പറഞ്ഞാലും ഫിഫയാണ്, അപ്പം ഒരാൾ ജയിക്കും മറ്റൊരാൾ തോൽക്കും എന്നുള്ളൊരു സാഹചര്യം എന്തായാലും ഉണ്ടാവുന്നതാണ്. നമുക്ക് ഈ നെക്സ്റ്റ് ദിവസത്തെ മാച്ചസിലേക്ക് പോവാം. അതിൽ നാളെ 1:30 കുറസാവോ വേഴ്സസ് ഐവറി കോസ്റ്റിന്റെ മാച്ച് നടക്കുന്നത്. ഗ്രൂപ്പ് ഇയുടെ മാച്ചസ് ആണ്. അതിൽ തന്നെ വരുന്ന ഇക്വഡോർ വേഴ്സസ് ജർമ്മനി 1:30. അപ്പൊ ജർമ്മനി ഫാൻസ് ഒക്കെ കാത്തിരിക്കുന്ന ഒരു ദിവസമായിരിക്കും. ജർമ്മനി നോക്കൌട്ടിലേക്ക് കയറാനുള്ള, അല്ലെങ്കിൽ ജർമ്മനി റൗണ്ട് ഓഫ് 32ലേക്ക് കയറാനുള്ള ഒരു മാച്ചാണ് ഇക്വഡോർ വേഴ്സസ് ജർമ്മനിയുടെ മാച്ച് 1:30 നടക്കുന്നത്. അതുപോലെ ഗ്രൂപ്പ് എഫിന്റെ മാച്ചസ് നോക്കുകയാണെങ്കിൽ ടുണീഷ്യ വേഴ്സസ് നെതർലാൻഡ് 4:30. ജപ്പാൻ വേഴ്സസ് സ്വീഡൻ ഗ്രൂപ്പ് എഫിന്റെ മാച്ച് സെയിം 4:30 നടക്കുന്നത്. അതേപോലെ ഗ്രൂപ്പ് ഡിയുടെ മാച്ചസ് നോക്കുകയാണെങ്കിൽ ടർക്കി വേഴ്സസ് USA രാവിലെ 7:30. സെയിം ഗ്രൂപ്പ് ഡിയുടെ മാച്ച് പരാഗ്വേ വേഴ്സസ് ഓസ്ട്രേലിയ 7:30 തന്നെയാണ് നടക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നാളത്തെ മാച്ചസ്. അപ്പൊ നാളത്തെ എന്തുകൊണ്ടും ജർമ്മനി ആരാധകർ നോക്കിയിരിക്കുന്ന ഒരു ഡേ കൂടിയായിരിക്കും. എന്തായാലും നമുക്കറിയില്ല ആരൊക്കെയാണ് ജയിക്കുന്നത് ആരൊക്കെയാണ് തോൽക്കുന്നത് എന്നുള്ളത്. അപ്പം എന്തായാലും ഇനി നല്ല മത്സരങ്ങൾ ഇനി കടുകട്ടിയാവാൻ പോവാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ദിവസം വീണ്ടും കണ്ടറിയാം.